ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലൊരു മോർണിംഗ് റൊട്ടീൻ ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ ഇത്ര രാവിലെ എണീക്കാറില്ല. പക്ഷേ ഇന്നലെ പൊന്നും അമ്മയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇന്ന് അവൾക്ക് ജോലിക്ക് പോകണം കേട്ടോ പൊന്നൂന്. അതുകൊണ്ട് രാവിലെ ഞാൻ അവളുടെ കൂടെ എണീറ്റു. എന്നിട്ട് മക്കളെ രണ്ടുപേരും അമ്മേനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ അടുക്കളയിൽ കയറി. ഇന്നലത്തെ വീഡിയോയിൽ തേങ്ങ അരക്കാത്ത പയർ കറി എങ്ങനെ വെക്കാൻ ആരും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ പയറും പച്ചമുളകൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക, എന്നിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതിനകത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർത്തിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരക്കാത്ത കറി റെഡി ആയിട്ടോ. നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള പയർ കറീൻ്റെ കൂടെ പുട്ടായിരുന്നു കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചമ്മന്തി മുട്ട ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് പൊന്നൂന് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പൊന്നൂൻ്റെ ചോറിൻ്റെ പാത്രമൊക്കെ ഞാനാണ് സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ചമ്മന്തി അരച്ച ഞാനാണ്, ഉപ്പേരി ഉണ്ടാക്കിയത്, മുട്ട ഉണ്ടാക്കിയത്, പിന്നെ പുട്ടിൻ്റെ കൂടെയുള്ള പയർ കറി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ പാത്രത്തിനകത്ത് അടച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നൊരു സമയം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റുള്ള ടൈമായിരുന്നു. ഫുഡൊക്കെ എടുത്ത് പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഹോംലി ഫീൽ കിട്ടും കേട്ടോ. അങ്ങനെ പൊന്നു പോയി കഴിഞ്ഞാൽ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാനും പൊന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ ഡ്രസ്സൊക്കെ മൊത്തത്തിൽ അലങ്കോലായി കിടക്കും കേട്ടോ. അപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വില കുറവിൽ മീശോ ഒന്ന് മേടിച്ചിട്ടുള്ള പെട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് അത് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടത്തേക്കും അങ്ങനെ മേടിക്കാമെന്ന് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് കൊടുക്കാം കേട്ടോ.